നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമയാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായി വരുന്ന എമ്പുരാന് ഇനിയൊരു മൂന്നാം ഭാഗം കൂടി ഉണ്ടാകുമെന്ന് സംവിധായകൻ പൃഥ്വിരാജ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എമ്പുരാന് വേണ്ടി ഇപ്പോൾ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് മലയാളികൾ ഏത് കോണിലായാലും ആ കോണിലെല്ലാം എമ്പുരാൻ റിലീസിന് ഒരുങ്ങുകയാണെന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. കേരളം മാത്രമല്ല, അങ്ങ് തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലും എല്ലായിടത്തും എമ്പുരാൻ എത്തും. ചിത്രം വളരെയധികം കളക്ഷൻ നേടുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ലൂസിഫർ റെക്കോർഡ് ഇട്ടതെല്ലാം നമ്മൾക്ക് അങ്ങനെയൊന്നും മറക്കാൻ സാധിക്കില്ല. മോഹൻലാലും പൃഥ്വിരാജും ടൊവിനോ തോമസും മഞ്ജു വാര്യരും സാനി അയ്യപ്പനും സുരാജ് വെഞ്ഞാറമൂടും പിന്നെ അങ്ങ് പുറം രാജ്യത്ത് നിന്നും ഗെയിം ഓഫ് ത്രോൺസിന്റെ അഭിനേതാവ് വരെ നമ്മുടെ എമ്പുരാനിൽ ഉണ്ട് എന്നുള്ളത് സിനിമയുടെ ആകാംക്ഷ കൂട്ടാൻ വേണ്ടിയുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി. എന്താണെങ്കിലും വളരെയധികം പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ മോളിവുഡിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് മൂവി, മാസ് ആക്ഷൻ മൂവി, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം എന്തൊക്കെയോ സർപ്രൈസുകൾ സിനിമയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് സിനിമയുടെ ഓരോ പോസ്റ്ററുകളിൽ നിന്നും അതുപോലെ തന്നെ ഓരോ അപ്ഡേറ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ശബരിമലയിൽ പോയി അങ്ങ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അദ്ദേഹത്തിന് ശബരിമലയിൽ പോകാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനും ഒക്കെ പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട. അത് അദ്ദേഹത്തിന് മാത്രം വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്നാൽ എമ്പുരാന്റെ റിലീസ് അടുത്തിരിക്കുന്ന സമയത്ത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് എല്ലാവരും എല്ലാം ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഭക്തിക്ക് കൂടി പ്രാധാന്യം നൽകിയ ലാലേട്ടന് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം. എന്താണെങ്കിലും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കൂടെ സിനിമയിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും തന്നെ ഇത് ഫോളോയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ശബരിമലയിൽ എത്തിയ ലാലേട്ടന് വലിയ സ്വീകരണമാണ് ശബരിമലയിൽ നിറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ വളരെയധികം ഫോട്ടോസും വീഡിയോസും ശബരിമലയിൽ എത്തിയതിന്റെ വൈറലായി കഴിഞ്ഞു. സിനിമയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ സിനിമ വിജയിക്കുന്നതിന് വേണ്ടിയാണെന്നൊക്കെ പല ആളുകളും പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമല്ല. യഥാർത്ഥത്തിൽ സിനിമ നന്നായാലും ചീത്തയായാലും മോഹൻലാൽ എന്ന മനുഷ്യന് ശബരിമലയിൽ എത്താൻ സാധിക്കും. സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ലാലേട്ടൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും യാതൊരു തെറ്റുമില്ല. സിനിമ നന്നാകാൻ പ്രാർത്ഥിച്ചാലും അതിനും ഒരു തെറ്റ് പറയാൻ പറ്റില്ല. എന്നാണെങ്കിലും ലാലേട്ടന്റെ ഫോട്ടോകളും വീഡിയോകളും ഇപ്പോൾ വളരെയധികം ജനപ്രീതി നേടുകയും ചെയ്തു. ശബരിമലയിൽ എത്താൻ വേണ്ടിയും അയ്യനെ കാണാൻ വേണ്ടിയും ആർക്കും ഒരു കാരണവും വേണ്ട, എല്ലാവരും കാണും. എന്നാണെങ്കിലും സിനിമ ഈ 27-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ വമ്പൻ ഹിറ്റാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം അത്രയ്ക്കുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ സിനിമ. അത് ഒരൊറ്റ സിനിമ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയതുമാണ്. തുടർന്ന് ഒരു സിനിമയും കൊണ്ട് വന്നെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് രണ്ട് സിനിമകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ സിനിമ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലേക്ക് ഉയരുമെന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല മൂന്നാമത്തെ ഒരു ഭാഗം കൂടി എമ്പുരാൻ ഉണ്ടാകും എന്നുള്ളതും ആളുകൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം വിപരീതമായി ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്ന് സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. എല്ലാവരും പറയുന്നത് മമ്മൂട്ടി വരെ സിനിമയിൽ ഉണ്ടെന്നാണ്. മമ്മൂട്ടി എങ്ങാനും ഉണ്ടെങ്കിൽ പിന്നെ തിയേറ്റർ അങ്ങ് കത്തും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്നാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളെ പോലെ തന്നെ ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. സിനിമ നമുക്ക് ഈ വരുന്ന 27-ാം തീയതി തിയേറ്ററിൽ വെച്ച് തന്നെ പോയി കാണാം.